നമസ്കാരം എല്ലാവർക്കും. റിലേഷൻഷിപ്പ് വീഡിയോ കൂടി ഇടുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി എനിക്ക് ഇന്ന് സെറ്റപ്പൊക്കെ കുറച്ച് ഇത് മാറിയിട്ടുണ്ട്. ഞാൻ തിരക്കിലാണ് കുറച്ച്. ഓക്കെ, സോ എന്തായാലും റിലേഷൻഷിപ്പ് റീഡിങ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രം നോക്കാം. ഓക്കെ, ഗൈഡൻസ് അഡ്വൈസ് ഒന്നും ഇപ്പോൾ ഇതിലില്ല. നിങ്ങൾ ജനറൽ കൂടി കണ്ടോളൂ. ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണെന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം. പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. ഗേൾ വിത്ത് എ സ്നേക്ക് talking and hand of cards, passion and one more, the dragonfly. Okay, I think നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം ആക്ച്വലി ഇവിടെ ഡേറ്റ് കണ്ടു ഞാൻ പെട്ടെന്ന്. ഓക്കെ, നിങ്ങൾ പേഴ്സണുമായിട്ട് ഓക്കെ ഇവിടെ ലവ് ഉണ്ട് ഹാഫ് ആക്കിയപ്പോൾ. ഓക്കെ, അപ്പോൾ ഡേറ്റ് ആൻഡ് ലവ് ഉണ്ട്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ച്വലി ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതെന്തായാലും എനിക്ക് കാണും. സോറി, ഒരു മിനിറ്റ്. ഓക്കെ, സോ സ്നേഹത്തിൻ്റെ ഒരു കാര്യം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നിങ്ങൾ ആക്ച്വലി അൺകണ്ടീഷണലി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. പാഷൻ എന്നുള്ളത് ഇവിടെയും ഉണ്ട്. ആക്ച്വലി ഇവിടെയും നമുക്ക് പാഷൻ കിട്ടിയിരുന്നു. സോ നിങ്ങൾ തമ്മിൽ ഒരു പാഷനേറ്റ് ആയിട്ടൊരു മീറ്റിങ്ങിന് പോസിബിൾ ആണ്. ഡേറ്റിങ്ങും ഉണ്ട്. സോ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് തന്നെ നിങ്ങളൊരു മീറ്റിംഗ് പോസിബിലിറ്റി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ടോക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓക്കെ രണ്ടുപേരും കൂടി ഒരു റിസ്ക് എടുത്തിട്ടായാലും മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ പക്ഷെ പേഴ്സൺ ഒന്നും ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരും പെട്ടെന്ന്. ഓക്കെ, ഒരു മീറ്റിംഗ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കോൺവെർസേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ സംസാരം വരും. ഇപ്പോൾ ഐ തിങ്ക് മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റ് ആയിരിക്കാം. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലം വന്നത് വേറെ ആരോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്താണ്. ഓക്കെ, മേ ബി ആരെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഇടയിൽ ആരോ കളിച്ചതാണ്. ഓക്കെ, ഗേൾ വിത്ത് സ്നേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരാരോ ഒരു പാമ്പിനെയും പിടിച്ച് നിൽക്കുന്നതായിട്ട് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു എന്ന രീതിക്കാണ്. സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ലേഡീസ് ആവണമെന്നില്ല, ഗേൾ എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ബട്ട് ആരും ആവാം. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തായിരിക്കും. നിങ്ങളോട് എന്തെങ്കിലും പേഴ്സണിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ പേഴ്സണിനോട് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയുക. നിങ്ങളുടെ ഇടയിലൊരു കളിച്ച ഒരു ഫീലിംഗ് ആണ്. സോ അങ്ങനെ ആരോ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മേ ബി നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്ന് കാണാം. ബട്ട് നിങ്ങൾ തമ്മിൽ ഈ ഒരു തുറന്ന സംസാരം വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ചെറിയ അകൽച്ചയോ വലുതും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സംസാരം, ഒരു റിസ്ക് എടുത്തിട്ടായാലും ആക്ച്വലി ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട് എനിക്ക്. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ക്ലിയർ ആവാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു വശമിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണാണ് കേൾക്കുന്നതെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടും. ഇത് പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളൊരു അവസരം വരും. ആൻഡ് ഇവിടെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു മീറ്റിംഗ് പോസിബിളാണ്. നിങ്ങൾ പരസ്പരം ആ ഒരു അട്രാക്ഷൻ, കെമിസ്ട്രി എല്ലാം ഉണ്ട്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ തമ്മിൽ തിങ്സ് കമ്മിങ് ടു ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആവും. ആൻഡ് ഡ്രാഗൺ ഫ്ലൈ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് സൈനായിട്ടാണ് എടുക്കാറ്. ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ എന്താണ് തുമ്പി അല്ലേ, തുമ്പിയാണിത്. സോ തുമ്പി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വരുന്നു, മാറ്റം വരുന്നു നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്നാണ്, ഹീലിംഗ് വരുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഇതുവരെ ഇഷ്യൂ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ദറ്റ് ഇതൊരു റിസ്ക് ആണ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഐ തിങ്ക് ഇവിടെ ഓക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈനാണ് എനിക്ക് കിട്ടുന്നത്. ലവ് എന്ന് കാണുന്നുണ്ട് പ്രത്യേകം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. സോ അങ്ങനെയുള്ളവർക്ക് യെസ്, അതും ഒരു പോസിബിലിറ്റി ആണ്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതും കാണുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.